Hello my dear friends, welcome to our channel. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? സേമിയ കൊണ്ട്. സാധാരണ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ള കളറിലാണ് കാണാറ് അല്ലേ? പക്ഷെ ഇന്ന് കുറച്ച് നല്ല വെറൈറ്റി ആയിട്ട് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാം. കാരമലൈസ്ഡ് സേമിയ പായസമാണിത്. നമ്മുടെ പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയ ഒരു റെസിപ്പിയാണ്. പ്രഷർ കുക്കറിൽ ചെയ്യുന്നത് കാരണം ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ സാധാരണ സേമിയ പായസത്തിൻ്റെ ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ കാരമലൈസ്ഡ് ചെയ്തെടുക്കുന്ന സേമിയ പായസങ്ങൾ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് സേമിയാണ് എടുത്തത്. ഇത് വറുത്തിട്ടില്ല, വറുക്കാത്ത സേമിയാണ്. അപ്പം നമുക്കൊന്ന് ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുവാണ്. നെയ്യിൽ വറുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. സേമിയ ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കണം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോവും. അപ്പോൾ സേമിയ വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കഴിഞ്ഞു. കുക്കറിലാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്, കൂടുതൽ ചേർക്കരുത്. എന്നിട്ട് ഈ പഞ്ചസാരയെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കാരമലൈസ് ചെയ്തെടുത്ത പായസത്തിന് രുചി കൂടുതലായിരിക്കും, നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും. അപ്പോൾ സാവധാനം മെൽറ്റ് ചെയ്തിട്ട് ആ ഗോൾഡൻ കളറിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ഈ പഞ്ചസാരയെ. ഇപ്പോൾ പഞ്ചസാര മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ഹാർഡായി മാറും. ഈ ഹാർഡായി മാറിയതിന് ശേഷമാണ് പിന്നെ മെൽട്ടാവുന്നത്. ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഡ്രൈ ആയി നല്ല സോളിഡ് ആയിട്ടാണ് ഉള്ളത്. ഇനിയാണ് ഇത് പിന്നീട് കാരമലൈസ് ആയി മാറുന്നത്. അതുകൊണ്ട് പഞ്ചസാര ഇതുപോലെ ഡ്രൈ ആയി പോയി എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട. ഇനിയും മെൽട്ടായി വരും. കാരമലൈസ് സ്റ്റാർട്ടാവാൻ തുടങ്ങി. ആ സോളിഡായ പഞ്ചസാരയിൽ നിന്നും ഇപ്പം ലിക്വിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പായസത്തിന് വേറെ തന്നെ ഒരു രുചിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് രുചിയുള്ള പായസം കുടിക്കാനല്ലേ. അതിനാണ് ഇത്തിരി കഷ്ടപ്പെട്ട് നമ്മളിത് കാരമലൈസ് ചെയ്യുന്നത്. പഞ്ചസാര മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നു കഴിഞ്ഞു. ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പഞ്ചസാര ഇട്ട വഴി അത് മെൽട്ടാവും. മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആദ്യത്തെ ആ ഒരു ഖരാവസ്ഥയിലേക്ക് നീങ്ങും. ആദ്യം ദ്രാവകാവസ്ഥയിലേക്ക് നീങ്ങി, പിന്നെ ഖരാവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് പിന്നീട് ആദ്യം ദ്രാവകാവസ്ഥയിലേക്ക് നീങ്ങുക. ഇങ്ങനെ 3 പ്രോസസ്സാണ് ഈ കാരമലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് സിമ്മിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. പാല് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇത് തിളപ്പിക്കണം. നമ്മൾ പാലും വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അത് തിളക്കാനായി. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാലൊഴിക്കുന്ന സമയത്ത് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ആ പഞ്ചസാര പെട്ടെന്ന് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ പാല് തിളക്കുന്നതോട് കൂടിയിട്ട് ആ കട്ടിയായ ആ കാരമലൈസ്ഡ് ഷുഗർ ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നോളും. അതുകൊണ്ട് അത് പേടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് കട്ടിയായി പോയി എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നീട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2 കപ്പ് വെള്ളവും 1/2 ലിറ്റർ പാലുമാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇത് തിളക്കാനായി. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർക്കാം. 1 പിടി കാഷ്യൂ നട്ട്സ് ചേർക്കാം. 1 പിടി മുന്തിരിയും കൂടെ ചേർക്കാം. ഇതൊന്നും വറുത്തിട്ടൊന്നുമില്ല, നേരിട്ട് ചേർക്കുവാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുക്കായിക്കോളും. 1 പിഞ്ച് ഉപ്പ് ചേർക്കുവാണ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കണം. നമ്മൾ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അടപ്പിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിൽ വിസിൽ വരാനാവുന്ന ഒരു സമയമുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്യാസ് പോകുന്ന ഒരു സമയമില്ലേ, ആ സമയം നമുക്ക് കുക്കർ ഓഫ് ചെയ്യണം.
ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പുറത്തേക്ക് തിളച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷർ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറക്കാം. അതുവരെ ആ ദമ്മിൽ അവിടെ കിടക്കട്ടെ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറല്ലേ, കാണുന്നില്ലേ? അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണിത്. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ പെട്ടെന്നല്ലേ ഇത് റെഡിയാക്കാൻ പറ്റിയത്. എല്ലാ ഇൻഗ്രീഡിയൻസും പ്രഷർ കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്കത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ പിങ്ക് നിറത്തിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും. അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.